അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മളാണെങ്കിൽ നോക്കാൻ പോണ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഫ്ലോ പാസ്റ്റ് ഇമേഴ്സ്ഡ് ബോഡീസ്, ഡ്രാഗ് കോഎഫിഷ്യൻ, ഫ്ലൂയിഡ് കോണ്ടാക്റ്റിംഗ് സിസ്റ്റം, ഫ്ലോ ത്രൂ പാക്ഡ് ബെഡ്, എർഗൺ ഇക്വേഷൻ ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡ്രാഗ്, അതായത് ഡ്രാഗ് ഫോഴ്സ് ആൻഡ് ഡ്രാഗ് കോഎഫിഷ്യൻ്റ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഫ്ലൂയിഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഫ്ലൂയിഡ് മോഷൻ എഗെയിൻസ്റ്റ് ഒരു ഫോഴ്സ് ഇതിൻ്റെ ബോഡിയിൽ എന്താവുന്നുണ്ടാവും, എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുക. അത് നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒഴുക്കിനെതിരെ നിങ്ങൾ സ്വിം ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അതല്ല ഒരു ഹൈ വിൻഡിലേക്ക് നിങ്ങൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ എല്ലാം ബോഡിയിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഫോഴ്സാണ് എന്ത്, ഡ്രാഗ് ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദ എന്തുവാ ഫ്ലോ. ആ മീഡിയം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ഫീൽ ചെയ്യുക, ഈ ഡ്രാഗ് ഫോഴ്സ് നമുക്കും ഫീൽ ചെയ്യുക, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രാഗ് ഫോഴ്സിന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ കാറ്റിന് എതിരെ നിങ്ങൾ നിൽക്കുകയാണ്. ആദ്യം ഞാൻ കാറ്റിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ട് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഡ്രാഗ് ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. അതായത് ഇപ്പോൾ ഞാൻ മൂവ് ചെയ്യാണ് കുറഞ്ഞ ഫോഴ്സിൽ, കുറഞ്ഞ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രാഗ് ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ വെലോസിറ്റി കൂട്ടി, ആ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ എനിക്ക് നടക്കാൻ കുറച്ചുകൂടി എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എഗെയിൻസ്റ്റ് ദാറ്റ്, അതായത് അതിനെ ഫേസ് ചെയ്ത് നടക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ഈ വെലോസിറ്റി ഡ്രാഗ് ഫോഴ്സിന്, അതായത് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എൻ്റെ ഡ്രാഗ് ഫോഴ്സിന് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ഡ്രാഗ് ഫോഴ്സും കൂടും. അപ്പോൾ ആ റിലേഷനാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഇനി ഈ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് വെലോസിറ്റി പ്രൊപ്പോർഷണൽ അല്ല, പകരം വെലോസിറ്റി ഹെഡാണ് ഡ്രാഗ് ഫോഴ്സിന് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ് നമ്മുടെ ഡെൻസിറ്റിയും ഏരിയയും. അതായത് ഇപ്പോൾ എയറിന് എതിരെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നേരെ നടക്കാം, ചെരിഞ്ഞ് നടക്കാം. നേരെ നടക്കുമ്പോൾ ഞാൻ അനുഭവപ്പെടുന്ന ഡ്രാഗിനും ചെരിഞ്ഞ് നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഡ്രാഗും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നേരെ നടക്കുമ്പോൾ എൻ്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ്, അപ്പോൾ എൻ്റെ ഡ്രാഗ് ഫോഴ്സ് കൂടുതലായിരിക്കും. ചെരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ പ്രൊജക്റ്റഡ് ഏരിയ കുറവാണ്, അതുകൊണ്ട് ഡ്രാഗ് ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ഏരിയ ഓൾസോ ഹാവ് ഡിപ്പെൻഡൻസി ഓൺ ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ എഫ് ഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ എ വി സ്ക്വയർ ബൈ 2 ആണ്. ഇനി ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് സി ഡി, ദാറ്റ് ഈസ് ഡ്രാഗ് കോഎഫിഷ്യൻ. അപ്പോൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സി ഡി ഇസ് ഈക്വൽ ടു എഫ് ഡി ബൈ എ ഡിവൈഡ് ബൈ റോ വി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ സി ഡി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളതാണ്, ഡ്രാഗ് ഫോഴ്സിനെ, വെലോസിറ്റി ഹെഡിനെ, ഏരിയനെ, ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്, നമ്മുടെ സി ഡി വാല്യൂ ഉള്ളത്, ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ഉള്ളത്. ഇതിന് അഗെയിൻ നമുക്ക് ഈ ഫോഴ്സിനെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് സി ഡി റോ ഹാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി മാത്രം എടുക്കുകയാണെങ്കിൽ എഫ് ടി ഇസ് ഈക്വൽ ടു ബി വി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ബി വി സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം ഈ എന്നിൻ്റെ വാല്യൂ മാറി മറിഞ്ഞിരിക്കും. ഇപ്പോൾ ഹൈ ലെവൽ പാർട്ടിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ ഈക്വൽ ടു 2 ആണ്, പക്ഷേ സ്മോൾ പാർട്ടിക്കിൾസിന് പൊതുവെ എൻ ഈക്വൽ ടു 1 ആണ് നമ്മൾ എടുക്കുക. ഇനി എവിടേക്കാണ് ഡ്രാഗ് ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ എയ്റോപ്ലെയിനിൻ്റെ ഷേപ്പിംഗ്, അതല്ലെന്നുണ്ടെങ്കിൽ സൈക്ലിസ്റ്റുകൾ അവരുടെ പൊസിഷനിങ്, അതല്ല ബോഡി സ്യൂട്ട് ഫോർ സ്വിമ്മേഴ്സിൻ്റെ ബോഡി സ്യൂട്ട്, ഇതെല്ലാം ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കേണ്ട രീതിയിലായിരിക്കും. എന്നാൽ മാത്രമാണ് അവർക്ക് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇമ്മേഴ്സ്ഡ് ബോഡിയിലുള്ള ഡ്രാഗ് ഫോഴ്സ്, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇമ്മേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, അതൊരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ, നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട്. ആകെ ആക്ട് ചെയ്യുന്നത് ഒന്ന് പ്രഷർ ഫോഴ്സും ഷിയർ സ്ട്രെസ്സും ആണ്. ഇതിൻ്റെ ബേസിലാണ് അപ്പോൾ എന്തുണ്ടായിട്ടുള്ളത്, ഈ ഡ്രാഗ് ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ആണ് എന്ത്, നമ്മുടെ ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെ വേണം, അലോങ് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഷുഡ് ബി ദി ഡ്രാഗ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് വെക്ടേഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ സമ്മാണ് എന്ത്, ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളിങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡി ഇസ് ഈക്വൽ ടു പി കോസ് ആൽഫ ഡി എ പ്ലസ് ടൗ ഡബ്ല്യു സൈൻ ആൽഫ ഡി എന്ന് കിട്ടും. ഇതാണ് ഡ്രാഗ് ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇനി ഇതിപ്പോൾ ഇൻക്ലിനേഷൻ ആൽഫ എന്നുള്ള കേസിലാണ് നമ്മളിത് പറഞ്ഞത്, ഇൻക്ലിനേഷൻ 90 - ആൽഫ. ഇനി അതല്ല, നമ്മൾ ആ ഇൻക്ലിനേഷൻ മാറ്റാണ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്നുള്ള കേസിൽ നമ്മുടെ എന്തായിരിക്കും, പ്രഷർ ടേം വിൽ ബി 0, കാരണം കോസ് 0 = 0. അപ്പോൾ നമുക്ക് പി ടേം കോസ് 0 = 1, അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ കേസിൽ പി ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പാരലൽ കേസിലാണെന്നുണ്ടെങ്കിലോ ആൽഫ = 0 ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ടേം എന്ന് പറയുന്നത് ടൗ ഡബ്ല്യു സൈൻ 90 എന്നുള്ളത് 1 ആയിട്ട് കിട്ടും. അപ്പോൾ 1 dA എന്ന് കിട്ടും. അങ്ങനെ അതായത് പാരലൽ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ എന്താ,
ആക്ട് ചെയ്യണതെന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സ് ഈസ് ഓൺലി റിലേറ്റഡ് ടു ഷിയർ സ്ട്രെസ്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ഡ്രാഗ് ഫോഴ്സ് ഈസ് ഓൺലി റിലേറ്റഡ് ടു പ്രഷർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സിന് നമ്മൾ പുതിയ പേരുകൾ പറയും. അതായത് ഈ ഷിയർ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമുള്ള ഡ്രാഗ് ഫോഴ്സിനെ വാൾ ഡ്രാഗ് എന്നും പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമുള്ള ഡ്രാഗിനെ ഫോം ഡ്രാഗ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഫോം ഡ്രാഗ് പ്ലസ് വാൾ ഡ്രാഗ്. ഓക്കെ, ഇനി ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് നേരത്തെ എടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അനലോഗസ് ടു ഫാനിങ് ഫ്രിക്ഷൻ ഫാക്ടർ എഫ്. ഫാനിങ് ഫ്രിക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൗ ഡബ്ല്യു ബൈ റോ വി സ്ക്വയർ ബൈ 2. അതിന് സിമിലർ ആയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ സി ഡി വാല്യൂ ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഫ്രിക്ഷനാണ് രണ്ടും എഗെയിൻസ്റ്റ് ദ ഫ്ലോ. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെവർ ക്രോസ് സെക്ഷണൽ ഏരിയ, പക്ഷേ പ്രൊജക്റ്റഡ് ഏരിയ. എവിടെയാണോ ഈ ഡ്രാഗ് ഫോഴ്സ് വരുന്നത്, അതായത് ഇപ്പോൾ എൻ്റെ ഫേസിലാണ് ആ കാറ്റടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഡ്രാഗ് ഫോഴ്സ്. അങ്ങനെ ഏതാണോ പ്രൊജക്റ്റഡ് ഏരിയ അതാണ് നമ്മൾ എടുക്കുക, അല്ലാതെ ക്രോസ് സെക്ഷൻ ഏരിയ അല്ല. ഓക്കെ, ഇനി ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ സി ഡി ആൻഡ് റിനോൾഡ്സ് നമ്പർ. ഇത് കഴിഞ്ഞിട്ട് കുറേ തിയററ്റിക്കൽ സ്റ്റഡിയൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഓരോ പെർട്ടിക്കുലർ ഷേപ്പിനും ഓറിയൻറ്റേഷനും ഈ സി ഡിക്കും റിനോൾഡ്സ് നമ്പറിനും തമ്മിലൊരു റിലേഷനുണ്ട്. അപ്പോൾ ആ റിലേഷൻ നമ്മളത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സി ഡി വേഴ്സസ് റിനോൾഡ്സ് നമ്പർ ഗ്രാഫാണ് ഫോർ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഷേപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് ഫ്ലോ പാറ്റേൺ ആണ്, അതായത് റിനോൾഡ്സ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സി ഡി വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാം. തിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗ് ഫോഴ്സ് അറിയാം, അതിൻ്റെ സി ഡി അറിയാം, അപ്പോൾ അതിൻ്റെ ഷേപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ ഏത് ഫ്ലോ ആണെന്നുള്ളതും റിനോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയിറ്റ് ഇസ് ഈക്വൽ ടു ഡ്രാഗ് ഫോഴ്സ് ആവുന്ന ടൈം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. അതനുസരിച്ചിട്ട് വെലോസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഡ്രാഗ് ഫോഴ്സ് കൂടി വരും. അങ്ങനെ ഡ്രാഗ് ഫോഴ്സ് കൂടി എൻ്റെ വെയിറ്റിന് സിമിലറായിട്ട് ആ ഡ്രാഗ് ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും ഈക്വൽ ആവുന്ന ടൈമിലുള്ള എൻ്റെ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് വി ടി. അപ്പോൾ അത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫ് ജി ഇസ് ഈക്വൽ ടു എഫ് ഡി ആണ്. എം ജി ഇസ് ഈക്വൽ ടു റോ സി എ വി സ്ക്വയർ ബൈ 2. അത് സോൾവ് ചെയ്ത് കിട്ടുന്ന വി ആണ്. വി ടി ഇസ് ഈക്വൽ ടു √2mg ബൈ റോ സി എ. ആൻഡ് യു ഹാവ് എ പ്രോബ്ലം ഹിയർ. പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇനി സ്റ്റോക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എഫ് ഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി വി റേസ് ടു എൻ. ഈ എൻ എന്ന് പറയുന്നത് സ്മോൾ പാർട്ടിക്കിൾസിന് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്മോൾ പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ടൊരു പ്രത്യേക റിലേഷൻഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റോക്സ് റിലേഷൻ, വെയർ എഫ് ഡി ഇസ് ഈക്വൽ ടു 3π mu u0 ബൈ ടി പി. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗ് ഫോഴ്സ് വെലോസിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പോലെ നമ്മുടെ എന്തൊക്കെയായിരുന്നു? ഡെൻസിറ്റി, ഏരിയ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പകരം നമ്മുടെ മെയിനായിട്ട് വെലോസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. സ്മോൾ പാർട്ടിക്കിൾസിൻ്റെ ഡി പി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി വെരി ലെസ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എഫ് ഡി എന്ന് പറയുന്നത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ? വെലോസിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് നമ്മളൊരു പാർട്ടിക്കിളുടെ ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റുന്നതാണ് സ്ട്രീം ലൈനിങ്. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മീനുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലൂയിഡ് മോഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഡ്രാഗ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷേപ്പിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസിനെയാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.